ഇപ്പോൾ തെക്കൻ മേഖലാ ജാഥയുടെ വിശേഷങ്ങളുമായി സാരംഗ് ചേരുന്നുണ്ട്. സാരംഗ്, ഏതായാലും ഈ ജാഥയിലും അതേ വിഷയങ്ങൾ തന്നെയാണ്, കേരളം നേടിയെടുത്ത വികസനങ്ങൾ തന്നെയാണ് ഊന്നി പറഞ്ഞുകൊണ്ട് പോകുന്നത്. ബിനോയ് നയിക്കുന്ന ജാഥയുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? അങ്ങനെ തന്നെയാണ്. ഇടതുപക്ഷ സർക്കാർ 2016 അധികാരമേറിയതിനു ശേഷം സംസ്ഥാനത്ത് നടപ്പിലാക്കിയിട്ടുള്ള വികസന മുന്നേറ്റങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണ് തെക്കൻ മേഖലാ ജാഥ തുടർന്നുകൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ആവേശത്തോടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ ഇപ്പോൾ ചാവക്കാടാണ് ജാഥയുടെ തുടക്കം കുറിച്ചിരിക്കുന്നത്. അതിനുശേഷം മറ്റ് മണ്ഡലങ്ങളിലേക്ക് നീങ്ങും. അതിനുശേഷം വൈകിട്ട് 5 മണിക്കാണ് ഇത്തരത്തിൽ തേക്കിൻകാട് മൈതാനത്ത് ഈ തെക്കൻ മേഖലാ ജാഥയുടെ സമാപനം നടക്കുന്നത്. എന്തായാലും ചെല്ലുന്ന എല്ലാ ഇടങ്ങളിലും ഈ ജാഥയ്ക്ക് വൻ സ്വീകരണം ലഭിക്കുന്നു എന്നുള്ളതാണ് പാർട്ടി പ്രവർത്തകർ, സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ, അങ്ങനെ വലിയ ഒരു ജനക്കൂട്ടം തന്നെ അണിനിരുന്നുകൊണ്ടാണ് ഈ ഓരോ ജാഥകളെയും നഗരവീഥികളിൽ വരവേൽക്കുന്നത്. എന്തായാലും ഇന്ന് വൈകിട്ട് 5 മണിയോടുകൂടി ഈ സമാപനമാകും. അതിനുശേഷം നാളെയാണ് അവസാനഘട്ട പര്യടനം ആരംഭിക്കുന്നത്. അത് പുതുക്കാട് നിയോജക മണ്ഡലത്തിൽ നിന്ന് ആരംഭിച്ച് വൈകിട്ട് 5 മണിയോടുകൂടി ചാലക്കുടി നിയോജക മണ്ഡലത്തിൽ അവസാനിക്കും. എന്തായാലും സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ വിളിച്ചു പറയുന്നതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങളും ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരത്തിൽ LDF സംസ്ഥാനത്തൊട്ടാകെ ഈ മേഖലാ ജാഥകൾ സംഘടിപ്പിക്കുന്നത്. എല്ലാ മേഖലാ ജാഥകൾക്കും കണ്ടുവരുന്നത് പോലെ തന്നെ വലിയ ഒരു സ്വീകരണമാണ് ഈ തെക്കൻ മേഖലാ ജാഥയ്ക്കും കണ്ടുവരുന്നത്. ശരി, സാരംഗാണ് വിവരങ്ങൾ നൽകിയത്.